വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഷീല കെ രമേശ്. മെയ്ക്കരുത്തും മനക്കരുത്തും ഒരേപോലെ പുലർത്തുന്ന ആധുനിക മനുഷ്യഗണത്തിലേക്ക് കാലൂന്നുന്നതിനു മുൻപ് തന്നെ മനുഷ്യവർഗം സാഹസികത ഇഷ്ടപ്പെട്ടിരുന്നു. പർവ്വതമുകളിലും പാറയിടുക്കിലും അവൻ കോറിയിട്ട ചിത്രശേഷിപ്പുകൾ സാഹസികതയുടെ അടയാളങ്ങൾ തന്നെ. ആദിമകാലത്ത് വിശപ്പിൻ്റെ വിളി അസഹ്യമാകുമ്പോൾ പശിശമനാർത്ഥം അവൻ ദുർഘട ഭൂപ്രദേശങ്ങൾ കീഴടക്കിയിരിക്കാം. പശിയാറ്റുക എന്നതിനപ്പുറം മറ്റൊരു ചിന്തയുമില്ലാത്ത നാളുകൾ. പതിയെ പതിയെ ഫലമൂല മാംസാദികൾ വേവിച്ച് ഭക്ഷിക്കുവാനും തനിക്ക് വേണ്ട കായ്കനികൾ സ്വയം ഉൽപ്പാദിപ്പിക്കുവാനും അവൻ പഠിച്ചു. അപ്പോഴും അവനിലെ സാഹസികത തിരികടാതെ ജ്വലിച്ചുകൊണ്ടിരുന്നു. ഇരുകാലിൽ നിവർന്നു നിൽക്കാറായപ്പോൾ മുന്നിലുയർന്നു നിൽക്കുന്ന പർവ്വത ശൃംഗങ്ങളെയും താരകാന്തി വിതറി നിൽക്കുന്ന ആകാശത്തെയും കരകാണാ കടലലകളെയും അതിശയത്തോടെ നോക്കി. പിന്നീടവൻ സാഹസികനായത് ഈ അത്ഭുതങ്ങൾ അനാവരണം ചെയ്യാനായിരുന്നു. കടൽക്കാറ്റിനെയും തിരമാലകളെയും വകവയ്ക്കാതെ പോർച്ചുഗീസിൽ നിന്നും ഇന്ത്യൻ തീരത്തെത്തിയ വാസ്കോഡിഗാമയും ഇന്ത്യ തേടി അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസും ഇന്നും നമ്മുടെ തലയ്ക്കു മുകളിലൂടെ ബഹിരാകാശ രഹസ്യങ്ങൾ തേടി പ്രദക്ഷിണം ചെയ്യുന്ന സുനിത വില്യംസും എല്ലാം സാഹസികതയുടെ ആൾരൂപങ്ങൾ തന്നെ. മനുഷ്യരാശിയുടെ നിലനിൽപ്പിനും മുന്നേറ്റത്തിനും ഓരോ ഘട്ടത്തിലും സാഹസികത അനിവാര്യവും അവിഭാജ്യവുമായിരുന്നു. എന്നാൽ വികസനം പാരമ്യത്തിലെത്തി നിൽക്കുന്ന ആധുനിക ലോകക്രമത്തിൽ നാം എന്താണ് കാണുന്നത്? സാഹസികതയുടെ പേരിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തിയുള്ള ആധുനിക സമൂഹത്തിൻ്റെ പ്രവൃത്തികളെ സാഹസികതയുടെ ചട്ടക്കൂടിൽ ഒതുക്കി നിർത്താനാവുമോ? തിരമാലകളോട് പൊരുതി പുതുതീരം തേടി പുതുചരിത്രം കുറിച്ച ഗാമയെവിടെ? അപകട മുന്നറിയിപ്പുണ്ടായിട്ടും തിരകളോട് മല്ലടിച്ച് ജീവൻ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യനെവിടെ? ഇന്ത്യൻ പർവ്വതാരോഹകൻ HPS അലുവാലിയ എവറസ്റ്റ് ശൃംഗത്തിൽ നിന്നുകൊണ്ട് തൻ്റെ കാൽച്ചുവട്ടിലുള്ള ഭൂമിയിലേക്കും ചുറ്റുമുള്ള മലനിരകളിലേക്കും കണ്ണുപായ്ക്കുന്നതിനോടൊപ്പം സ്വന്തം മനസ്സിൻ്റെ ശൃംഗങ്ങളിലേക്ക് നോക്കുന്ന ഒരു നോട്ടമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി കീഴടക്കുന്നതിലൂടെ താൻ ഈ ലോകത്തിൽ എത്ര ചെറുതാണ് എന്ന മഹത്തരമായ തിരിച്ചറിവാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ലഹരിയുടെ പിൻബലത്തിൽ കാട്ടുജൈവികതയുടെ സ്വൈരം ഭേദിച്ച് നിയമത്തിനെതിരായി ഉയരങ്ങൾ കീഴടക്കുന്ന പുതുതലമുറ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ വായിക്കേണ്ടതാണ്. മൈതാനങ്ങളിലും ഉത്സവ പറമ്പുകളിലും വിലങ്ങനെ കുത്തിനാട്ടിയ മരപ്പലകൾക്കുമേലെ ഇരുചക്രവാഹനമോടിക്കുന്ന സാഹസികൻ്റെ ലക്ഷ്യം ചുറ്റും കൂടി നിൽക്കുന്നവരുടെ കയ്യടിയേക്കാളുപരി പ്രദർശനത്തിനൊടുവിൽ ലഭിക്കുന്ന പണം തൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കും എന്നതുതന്നെ. നിയമങ്ങൾ അനുസരിക്കുവാനല്ല, മറിച്ച് നിയമങ്ങളെ ഫലപ്രദമായി കബളിപ്പിക്കുവാൻ കഴിയുന്നവനാണല്ലോ ഇന്ന് സ്വയം മിടുക്കരായി മേനി നടിക്കുന്നത്. അതെ, സാഹസികത എന്നത് മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവമോ ഗുണമോ ആയി ഇനിയും നിലനിൽക്കട്ടെ. നമ്മുടെ മുൻ തലമുറയുടെയോ സമകാലികരുടെയോ സാഹസിക പ്രവർത്തനങ്ങളുടെ ഫലം തന്നെയാണ് നാം ഇന്നനുഭവിക്കുന്ന പല സുഖസൗകര്യങ്ങളും. അതിനാൽ സാഹസികരായിരിക്കുക എന്നതിനൊപ്പം തന്നെ നിയമങ്ങൾ അനുസരിക്കുവാനും നാം ബാധ്യസ്ഥരാണെന്നത് മറക്കാതിരിക്കാം. മനസ്സിൽ സാഹസിക ചിന്തകൾ അങ്കുരിക്കുമ്പോഴെല്ലാം ഞാൻ നിയമം കൈവിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? എൻ്റെ സാഹസിക പ്രവൃത്തി എനിക്കോ മറ്റുള്ളവർക്കോ സമൂഹത്തിനോ ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുമോ അതോ ഭവിഷ്യത്താകുമോ എന്ന ചിന്തയുടെ അകമ്പടിയോടെയാവട്ടെ നമ്മുടെ ഓരോ ഉദ്യമങ്ങളും. ഷീല കെ രമേശ് തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.